അസ്സലാമു അലൈക്കും. അപ്പോൾ ഇതാണ് റസൂലുള്ള ഹിജറയുടെ വേളയിൽ ഇറങ്ങിയിട്ട് കുളിക്കാനൊക്കെ ഉപയോഗിച്ച കിണർ, കുളം. അപ്പോൾ അൽഹംദുലില്ലാ ഇതൊക്കെ ഒരു ഭാഗ്യമാണ് കേട്ടോ. സൗദി അറേബ്യയിൽ എന്തുണ്ടെന്ന് ചോദിക്കുന്ന ആൾക്കാർക്കുള്ള ഭാഗ്യമാണ് ഇതൊക്കെ. അതാണ് ഞങ്ങളെ മണ്ണിലാണ് മക്കയും മദീനയും ഇങ്ങനെ പുണ്യമാക്കപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഉള്ളത്. പാപികളായിട്ടുള്ള ഞങ്ങൾക്ക് ഇത് വന്നിട്ട് കാണാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഹൈറാണ് തീർച്ചയായിട്ടും. ഇപ്പം കിണറ്റിൽ വെള്ളമൊന്നുമില്ല, ഒക്കെ കാലിയാണ്. ഇതാണ് കിണർ, കണ്ടില്ലേ? അപ്പോൾ ഇതെല്ലാവരും ഇവിടെ എത്തിക്ക്. വെള്ളം ഉണ്ടെങ്കിൽ ഇതിൽ കുളിക്കാൻ ഇത്രയും ഭാഗ്യം ലഭിച്ചവർ, അതിലും വലിയ ഭാഗ്യം ലഭിച്ചവർ വേറൊന്നുമില്ല. ഇക്കൂട്ടത്തിൽ പലരും ഹജറുൽ അസ്വദ് മുത്തം വെച്ചവരും കാബന മുത്തം വെച്ചവരൊക്കെ തന്നെയാണ്. എന്നാലും ഈ സാധനം ഈ അസ്ഫാനിൽ വന്നിട്ട് കാണാൻ ഇതാ ഈ മുതല് സംഭവം ഇവരാണ് അതിന്റെ കാണിച്ചത്. അപ്പോ അൽഹംദുലില്ലാ ഇതൊക്കെ കാണാൻ പറ്റി. ഇവിടെ വേറൊരു കിണറുണ്ട്, റസൂലുള്ള ഹിജറന്റെ വേളയില് വെള്ളം കുടിച്ചൊരു കിണർ. ആ കിണറ്റിൽ പോയിട്ട് വെള്ളമൊക്കെ ഇതാ കുഞ്ഞാനും ഞാനൊക്കെ കോഴി തന്ന് മുഖമൊക്കെ കഴുകി കുടിച്ചല്ല അൽഹംദുലില്ലാ. അപ്പൊ ഇനി എല്ലാ പാവങ്ങളും ഞാൻ മാറ്റി. പഹ 2 അജ്ജൊക്കെ ചെയ്ത മനുഷ്യനാണ്, എന്നിട്ടാണ് ഈ കോലായിട്ട് നടക്കണം. മുറുക്കാനും അതാണ്. അപ്പോ ഇതാണ് ആ വഴി, അങ്ങോട്ട് മേലക്കുള്ള വഴി കണ്ടില്ലേ? കിണറിന്റെ ഉൾഭാഗമാണ് ഇത് കേട്ടോ. ഇതൊക്കെ എത്ര ആണ്ടുകൾ പഴക്കമുണ്ടാവും അല്ലേ അതിന്? ഈ കല്ലിറക്കി വെച്ചതിനൊക്കെ ആർച്ച് ഉണ്ടാക്കിയിരിക്കാണ്. ഇതിൽ വെള്ളം കൂടി ഉണ്ടെങ്കിൽ പൊളിച്ചേനെ. കേറ് കുഞ്ഞല്ലേ മേലക്ക്. ഭയങ്കര വൃത്തി നിക്കുന്നുണ്ടല്ലോ. എന്തായാലും അവിടെ അടിപൊളി വേറൊരു റസൂലുള്ളാഹിന്റെ കാൽപാദം തട്ടിയ മണ്ണ്. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കേറിക്കൂടെ? അപ്പൊ എന്തായാലും അതങ്ങോട്ട് റാഹത്തായി. അപ്പൊ അസ്ഫാനിൽ വരുന്നവരൊക്കെ ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് പോയിക്കോളി. ഇൻഷാ അല്ലാഹ് ഇതിലും വലിയ ഭാഗ്യമൊന്നും ലഭിക്കാറില്ല.